ശബരിനാഥനെ പോലുള്ള ഒരു MLA ആയിരുന്ന ആളിനെ ഒതുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിശ്രമം ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഒതുക്കിയതാവാനാണ് സാധ്യത. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിൽ 21 സീറ്റായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 10 സീറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നത്? അപ്പോൾ BJPയുടെ സീറ്റ് തീർച്ചയായിട്ടും കുറയും. ഇപ്പം തന്നെ നടന്നിട്ടുള്ളൊരു ബൈ ഇലക്ഷനിൽ BJPയുടെ ഒരു സിറ്റിംഗ് സീറ്റ് കുറഞ്ഞു, 35 സീറ്റ് 34ആയി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ജയിച്ച് വരുന്നവരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ മിടുക്കരായിട്ടുള്ള ആളുകളെ പാർട്ടി കണ്ടെത്തി സ്ഥാനാർത്ഥി മേയർ പട്ടികയിലേക്ക് കൊണ്ടുവരും. കോർപ്പറേഷൻ പിടിക്കാനായി തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് കോൺഗ്രസ് ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയാണ് കളം നിറയുന്നത്. എന്തായാലും CPM ഭരണനേട്ടങ്ങളൊക്കെ ഉയർത്തിയാണ് പ്രചാരണ രംഗത്തുള്ളത്. എങ്ങനെയാണ് ഈ ശബരിനാഥിനെ യുവമുഖം എന്ന രീതിയിലൊക്കെയാണ് ഹൈടെക് നഗരമാക്കി തിരുവനന്തപുരം മാറ്റുമെന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രചാരണം. അത് അവർക്ക് അങ്ങനെ പ്രചരിപ്പിക്കാം. ഇപ്പോൾ നമ്മളെ നഗരത്തെ സംബന്ധിച്ച് നമ്മുടെ നഗരം ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണുള്ളത്. ഈ നഗരത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും LDFന് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ അരുവിക്കര മണ്ഡലം ഹൈടെക് ഒന്നും ആയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം കവടിയാറിൽ വന്ന് മത്സരിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നേട്ടം കോൺഗ്രസിനുണ്ടാകുമെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിൽ 21 സീറ്റായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 10 സീറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നത്? അപ്പോൾ അത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കൂ. നമ്മളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ LDFൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ മുഴുവൻ പേരെയും ഒരുമിച്ചായിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കുക. ഇപ്പോൾ പകുതിയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ജയിച്ച് വരുന്നവരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ മിടുക്കരായിട്ടുള്ള ആളുകളെ പാർട്ടി കണ്ടെത്തി സ്ഥാനാർത്ഥി മേയർ പട്ടികയിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെ വന്നതാണല്ലോ. ഞാനായാലും ആര്യായാലും നേരത്തെ മേയറാണെന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നും വന്നവരല്ലല്ലോ. അപ്പോൾ അത് ജയിച്ച് വരുന്നവരിൽ നിന്നായിരിക്കും മേയർ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുക. അതിന് കഴിവ് മാനദണ്ഡങ്ങളും എല്ലാ കാര്യങ്ങളും പാർട്ടി പരിശോധിക്കും. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന BJP ഇപ്പോൾ ഈ കൗൺസിലറുടെ ആത്മഹത്യയും ഒക്കെയായി കുറച്ചൊന്ന് ഒരു പരിങ്ങലാണ് BJPയുടെ ഒരു അവസ്ഥ. ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു അവസരം നോക്കി BJP കേന്ദ്രങ്ങളാണ് കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. CPM എങ്ങനെയാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് BJPയുടെ സീറ്റുകൾ കുറയ്ക്കുക എന്നുള്ളത് പ്രധാനമായും ഞങ്ങൾ ലക്ഷ്യമിടുന്നൊരു കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 54 സീറ്റുകൾ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക, 70 സീറ്റുകൾ വരെ എത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നൊരു കാര്യം. അതിന് പറ്റിയ സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഞങ്ങൾ നിയോഗിക്കുക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് BJPയും കോൺഗ്രസും ഒരേപോലെ ഞങ്ങൾ എതിർക്കുന്നുണ്ട്. ഞങ്ങൾ LDFൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാ വാർഡുകളിലും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ സീറ്റ് തീർച്ചയായിട്ടും കുറയും. ഇപ്പം തന്നെ നടന്നിട്ടുള്ളൊരു ബൈ ഇലക്ഷനിൽ BJPയുടെ ഒരു സിറ്റിംഗ് സീറ്റ് കുറഞ്ഞു, 35 സീറ്റ് 34ആയി. അത് കൂടുതൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എടുക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയിൽ ഭരണം മുടക്കാൻ എല്ലാ പരിശ്രമവും BJP നടത്തി. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി കുഴിച്ച കുഴി നികത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം, കൗൺസിൽ യോഗങ്ങൾ അലമ്പുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ, ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു മേയറെ ഭരിക്കാൻ അനുവദിക്കില്ല, ഒരു തെളിവുമില്ലാതെ ആക്ഷേപങ്ങൾ നിരത്തി അപമാനിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് BJPയുടെ സീറ്റ് കുറയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ BJPയുടെ സംസ്ഥാന വക്താവ് തന്നെ ആരോപണവുമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് BJPയെ ഗുരുതരമായി ബാധിക്കും. അവരുടെ സിറ്റിംഗ് സീറ്റുകളിലടക്കം വോട്ടിൻ്റെ കുറവ് വരും, അവരുടെ സീറ്റിലും കുറയും. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷം പ്രചാരണ ആയുധമാക്കുകയും ചെയ്യും. ശ്രീ തിരുമല അനിലിനെ പോലെയുള്ള ഞാനുമായിട്ടും അദ്ദേഹം മേയറായിരിക്കുമ്പോൾ കൗൺസിലറായിരുന്ന ആളാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയത് BJPയുടെ നേതൃത്വത്തിന് പങ്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പിലെ ഒരു പ്രചാരണ വിഷയമായിരിക്കും. വികസന നേട്ടമെന്ന് പറയുമ്പോൾ പ്രധാനമായും ഈ നഗരസഭയ്ക്ക് ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലും കുറേ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉയർത്തി തന്നെയായിരിക്കും ഇനി തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത്. അല്ല, തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി നടത്തിപ്പിൽ ഞാൻ മേയറായിരിക്കുമ്പോഴാണ് സ്മാർട്ട് സിറ്റിയിലേക്ക് വരുന്നത്. ഞങ്ങൾ 3ാം റൗണ്ടിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി മാറിയത്. ആ തിരുവനന്തപുരം നഗരസഭ ഇന്ന് ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ സ്മാർട്ട് സിറ്റി റേറ്റിംഗിൽ 1ാം സ്ഥാനമാണ് നടത്തിപ്പിൽ. അതിൻ്റെ ഭാഗമായി സ്മാർട്ട് സിറ്റി 2.0യിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചു. അപ്പോൾ ഇത് വസ്തുതയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി, പകുതി പണം സംസ്ഥാനം മുടക്കി ചെയ്യുന്ന ഒരു പദ്ധതി ഈ നിലയിൽ ടോപ്പ് അച്ചീവറായി തിരുവനന്തപുരം നഗരസഭ മാറി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്വരാജ് ട്രോഫി കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി തിരുവനന്തപുരം നഗരസഭ നേടുന്നു. ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടുന്നു. അപ്പോൾ ഇത് കാര്യങ്ങൾ നടന്നതുകൊണ്ടാണ്. ഇത് ജനങ്ങളുടെ കണ്ണിലെത്തിക്കാതിരിക്കാനാണ് വലിയ പ്രക്ഷോഭ പരമ്പരകളും ആക്ഷേപങ്ങളും BJP ചൊരിഞ്ഞത്. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും. ഇപ്പോൾ നഗരത്തിലെ റോഡുകളെല്ലാം സ്മാർട്ടായി,
വളരെ മനോഹരമായിട്ടുള്ള റോഡുകൾ വന്നു, ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്, അറബശാലയടക്കം പ്രവർത്തനം ആരംഭിച്ചു, ഷീ ലോഡ്ജ് പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നഗരത്തിൽ ഉയർത്തിക്കാണിക്കാൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളിത് ജനങ്ങളുടെ മുമ്പാകെ രേഖാമൂലം ജനങ്ങളെ അറിയിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ അഭിമാന പുരസ്സരം വീടുകളിൽ പോയി വോട്ട് ചോദിക്കും. ഒപ്പം തന്നെ ഗവൺമെൻറ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ക്ഷേമ പരിപാടികൾ ഇതെല്ലാം ഞങ്ങൾക്ക് വോട്ടായി മാറും. സംസ്ഥാനത്തെ 62 ലക്ഷം വീടുകളിലേക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ, സ്ത്രീ സുരക്ഷാ പദ്ധതി, യുവാക്കളുടെ സ്കോളർഷിപ്പ് സ്കീം, ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഞങ്ങളുടെ അണികൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളും നഗരസഭ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളും ജനങ്ങളുടെ മുമ്പാകെ എത്തിച്ചിട്ടായിരിക്കും ഞങ്ങൾ വോട്ടഭ്യർത്ഥിക്കുക. 2 തവണ MLA ആയിരുന്നൊരു വ്യക്തിയാണ് മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഉയർത്തി കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. അത് ഏതെങ്കിലും രീതിയിൽ CPM-ന് വലിയ രീതിയിൽ ഏതെങ്കിലും ഒരു ഭീഷണിയാകുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ആശങ്കയോ അങ്ങനെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമേ ഇല്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ മേയറായിരിക്കുന്ന കാലഘട്ടത്തിൽ 21 സീറ്റ് UDF-നുണ്ടായിരുന്നു. ഇന്നത്തെ നഗരസഭയിൽ 10 സീറ്റുകളാണ് UDF-നുള്ളത്. അവരെങ്ങനെയാണ് മെജോറിറ്റിയിലേക്ക് വന്ന് മേയർ സ്ഥാനത്തേക്ക് വരിക? അപ്പോൾ ഇത് ശബരിനാഥനെ പോലുള്ള ഒരു MLA ആയിരുന്ന ആളിനെ ഒതുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിശ്രമം എന്ന് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ ഒതുക്കിയതാവാനാണ് സാധ്യത. അതങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 10-ൽ നിന്ന് 51-ലേക്ക് വരിക എന്നത് UDF-നെ സംബന്ധിച്ച് വലിയൊരു സംഖ്യയാണ്. BJP-ക്ക് 35-ൽ നിന്ന് 51-ലേക്ക് വരിക. അപ്പോൾ CPM എന്തായാലും ഭരണം നിലനിർത്തുമെന്ന് പറയുമ്പോൾ ഈ പ്രതിപക്ഷത്ത് ഇവർ രണ്ടുപേരിൽ ആരായിരിക്കും വരിക? അല്ല, സ്വാഭാവികമായിട്ടും ഞങ്ങൾ BJP-യെയും കോൺഗ്രസിനെയും ഒരേപോലെ എതിർക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് നില വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അതിന് BJP 35-ൽ നിന്നും ഇപ്പോൾ 34 നിലവിൽ തന്നെ. അത് പിന്നെയും കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 പേരെയും ഒരേപോലെ എതിർത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് നഗരസഭയുടെയും സർക്കാരിൻ്റെയും ക്ഷേമ പദ്ധതികൾ ജനങ്ങളുടെ മുമ്പാകെ കാണിച്ച് 54 സീറ്റിൽ നിന്നും 70 സീറ്റിലേക്കെങ്കിലും എത്തും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്.